So guys, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്? Oh my god. അപ്പോൾ നമ്മുടെ പരിപാടി ISL-ൽ 5 ടീം ക്വാളിഫൈ ആയി. ഒരു ടീം ക്വാളിഫൈ ആയിട്ടില്ല. ഒന്നെങ്കിൽ ഒഡീഷ അല്ലെങ്കിൽ മുംബൈ ക്വാളിഫൈ ആകും. അപ്പോൾ നമ്മൾ ഈ ക്വാളിഫൈ ആയ എല്ലാ ടീമും വെച്ച് ഫൈനൽ ആയിട്ട് ജയിക്കാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പ് ഒഡീഷ ആണോ മുംബൈ ആണോ ക്വാളിഫൈ ആവുന്നത് നമ്മൾ നോക്കണ്ടേ? നോക്കണം. നോക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒഡീഷ vs മുംബൈ. അതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനകത്തപ്പോൾ 7 ടീമിൻ്റെ പേരുണ്ട്. ഒരാൾ 3 ടീം എടുക്കണം. ഒരാൾക്ക് മുംബൈനെ കിട്ടും. പക്ഷെ ആരാ 3 ടീമിനെ എടുക്കും? 3 ടീമിനെ എടുക്കാൻ പോകുന്നത് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് വെച്ച് ആദ്യം 3 പോയിന്റ് കിട്ടുന്നത്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ് 1. സ്റ്റോൺ പേപ്പർ സിസേഴ്സ് 1. അല്ല, ഇവര് ടീം കിട്ടുന്നതിൻ്റെ കൂടെ മുംബൈ സിറ്റി വരും. അത്രേ ഉള്ളൂ. അവന് മുംബൈ സിറ്റിന് നമ്മൾ കൊടുത്തു. ഇനി ഞാൻ 2 ടീമിനെ എടുത്ത് ഇവൻ 2 ടീമിനെ എടുത്ത് ഇവൻ 2 ടീമിനെ എടുക്കാവുള്ളൂ. അപ്പൊ ആദ്യം പാത്രം നീ എടുത്തു. അപ്പൊ ഞാൻ ആദ്യം എന്റെ ടീമിനെ ആദ്യത്തെ പറഞ്ഞു മോഹൻ ബഗാൻ. Oh my god. ബംഗളൂരു FC. ഞാൻ നോക്കട്ടെ. കുറെ വെട്ടും കുത്ത്. What? ഒഡീഷ എഴുതിയത് ഞാൻ FC ഗോവ. വൗ. അപ്പൊ ഇവന്റെ ടീം നമുക്ക് നോക്കാതെ തന്നെ അറിയാം. എന്നാലും നീ നോക്കിപ്പോ അത് പെട്ടെന്നായി. What? അപ്പൊ നീയല്ലേ മുംബൈ? ഒഡീഷയും നീ തന്നെയല്ലേ? മുംബൈ ഒഡീഷ കളിക്കണമെങ്കിൽ ടീം എക്സ്ചേഞ്ച് ഞങ്ങൾ 2 പേരും കളിക്കും. എടുത്ത് മാറിക്കേ. ഞങ്ങൾ 2 പേരും ഒരാൾ ഒഡീഷ എഫ്സിനെ എടുക്കും. പകരം ഒരാളെ ടീമിനെ അങ്ങോട്ട് കൊടുക്കും. വാ, നീ ഓടാണോ ഇവനാണോ? ഓക്കെ, ഞാൻ എംനൽ. പക്ഷെ ഞാൻ ഓട് എടുക്കുക. ഇവൻ ഓട്. നീ 2 കൈ വെച്ചു. അവിടെ ഒരു വിരലുണ്ട്. അപ്പോൾ ഞാൻ ഒഡീഷ എഫ്സിനെ എടുക്കും. അപ്പൊ ഞാൻ നിനക്ക് ടീമിനെ തന്നല്ലേ? ഇല്ല, അതങ്ങനെയല്ല. ഞാൻ ബംഗളൂരിനെ നീ ഏതായാലും നീ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ലാത്ത പേപ്പർ ഉണ്ടോ? ഇല്ല, നോക്കിയെടുക്കാം. ബംഗളൂരിനെ തന്നിനില്ല. അപ്പൊ ഒഡീഷ vs മുംബൈ ആര് ജയിക്കും നോക്കാൻ പോകുന്നത്. നോക്ക്, ഇവന് 3 ടീമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് 2 ടീമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒഡീഷ ഇവൻ്റെ മുംബൈയോട് തോറ്റു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ടീമാണ് ക്വാളിഫൈ ആവുന്നത് നോക്കുന്ന മാച്ചാണ്. നമ്മൾ സെമിയും ഇതിൽ എലിമിനേറ്ററും ക്വാളിഫിക്കേഷൻ മാച്ചോടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒഡീഷ തോറ്റാൽ ഇവൻ ഇഷ്ടമില്ലാത്ത ഒരു ടീം എനിക്ക് തരും. കാരണം ഇവന് 3 ടീമിനെ വെച്ച് ഒരാൾക്ക് കളിക്കാൻ പറ്റിയല്ല. എല്ലാവർക്കും 2 ടീമായിരിക്കണം. അതേ സമയത്ത് എൻ്റെ ഒഡീഷ ജയിച്ചു, ഇവൻ്റെ ടീം തോക്കുവാണെങ്കിൽ ഇവൻ പിന്നെ ഒരു ടീമിനെ ആർക്കും കൊടുക്കണ്ട. കാരണം ഇവനും 2 ടീമായി, എനിക്കും 2 ടീമായി, ഇവനും 2 ടീമായി. ലെറ്റ്സ് ഗോ. അപ്പം ആദ്യം ഒഡീഷ കണ്ടോ, ആദ്യം ഒഡീഷയാണോ മുംബൈ ആണോ ജയിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒരു ഫ്രീ കിക്ക് ചലഞ്ചിലേക്ക് 3 ട്രൈ ചെയ്തു. ഗൈസ്, ഞാൻ ഫ്രീ കിക്ക് എടുക്കാൻ കാരണം ഞാൻ ഫ്രീ കിക്ക് ഭയങ്കര മോശമാണ്. ടോമിന് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഒഡീഷ മുംബൈ. അവിടെ ഭയങ്കര ഫ്രീ സ്പേസ് ഉണ്ട്. ലാസ്റ്റ് ഫ്രീ കിക്ക് ഒഡീഷ. ഒഡീഷ 2 മുമ്പിലാ. ചാവോന്ന് പറയണം. ചാവോ. What? No. ഒഡീഷ 2, മുംബൈ 2. 2 more extra free kicks. Yes. അപ്പൊ ഒഡീഷ ക്വാളിഫൈ. സോ ഗൈസ്, എന്റെ ടീം മോഹൻ ബഗാനും ഒഡീഷയാണ്. ISL പോയിന്റ് ലെവൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്റെ മോഹൻ ബഗാൻ, ഇവന്റെ ഗോവയാണ്. അതായത് ആ 2 ടീമും ഓട്ടോമാറ്റിക് ആയിട്ട് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ആയി. ശിവന്റെ ടീമുകൾ നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂരും 2 ടീം എലിമിനേറ്റർ കളിക്കണം. എന്റെ ഒഡീഷ എലിമിനേറ്റർ കളിക്കണം, ഇവന്റെ ബാംഗ്ലൂർ എലിമിനേറ്റർ കളിക്കണം. അപ്പോൾ ഇവനെതിരാണ് ഞങ്ങൾ 2 ടീം എലിമിനേറ്റർ. അപ്പോൾ ആദ്യം ഒഡീഷയ്ക്കെതിരെ നിന്റെ ഏത് ടീമിനെ എലിമിനേറ്റർ കളിക്കണ്ടേ? ഓക്കെ, ഒഡീഷ vs ജംഷഡ്പൂർ. അപ്പോൾ ബാംഗ്ലൂർ vs നോർത്ത് ഈസ്റ്റ്. അപ്പം ഇതെങ്ങനെ തീരുമാനിക്കുന്നത് വെച്ചാൽ പെനാൽറ്റീസിലൂടെ ആയിരിക്കും. എല്ലാ ടീമിനും ഒഡീഷ എൻ്റെ
അപ്പോൾ 5 പെനാൽറ്റി വീതം കിട്ടും. ഏത് ടീം ക്വാളിഫൈ നോക്കാം. ആദ്യം ഒഡീഷ vs ജംഷഡ്പൂർ. ലെറ്റ്സ് ഗോ. 3 പെനാൽറ്റിയേ ഉള്ളൂ, 5 എണ്ണം വേണ്ട. What? No, 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 no. എന്നാൽ ആദ്യം എവിടെയാ എങ്ങനെ മിസ്സാക്കിയത്? വളരെ മോശം. അപ്പൊ ഇതും കൂടെ ഞാൻ ഗോൾ അടിച്ച് അമ്മിനെ കളിക്കണം. ഒഡീഷ ജയിച്ചു ഗൈസ്. സെമി ഫൈനലിലേക്ക് ഒഡീഷ ഉണ്ട്. സോ ഗൈസ്, ഒഡീഷ FC അവിടെ ജയിച്ചിരിക്കുന്നു. അടുത്തത് ടോമിന്റെ ബാംഗ്ലൂർ vs അഭിനന്ദൻ നോർത്ത് ഈസ്റ്റ്. ആദ്യം മകളെ What? നൈസ്. അപ്പൊ ഇത് ഗോൾ അടിച്ചില്ലെങ്കിൽ അവന്റെ നോർത്ത് ഈസ്റ്റ് ഔട്ടായി. പിന്നെ നമ്മുടെ രണ്ടുപേരെ 2 ടീമേ കാണും, 4 ടീമേ കാണും. No, 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 no. അതും കളഞ്ഞു. What? സോ ഗൈസ്, വളരെ സങ്കടകരമായി നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂർ ഇപ്പോൾ തന്നെ പുറത്തായിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോ ഗൈസ്, എന്റെ മോഹൻബഗാനും ഒഡീഷൻ ക്വാളിഫൈ, ഇവന്റെ ഗോവയും ബംഗളൂരും ക്വാളിഫൈ. അപ്പൊ ആദ്യത്തെ സെമി ഫൈനൽ കളിക്കാൻ പോകുന്ന മോഹൻബഗാൻ vs ബംഗളൂരു. ഓക്കെ. രണ്ടാമത്തെ കളിക്കാൻ പോകുന്ന ഒഡീഷ vs ഗോവ. ഓക്കെ ഗൈസ്, 2-3 ദിവസമായിട്ട് എന്റെ ഉറക്കമൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഒരു മണ്ടനെ പോലെ ഉണ്ടെന്ന് അറിയാം. അതല്ലേ മോഹൻബഗാൻ vs ബംഗളൂരു. അപ്പോ 3 പ്രാവശ്യം റിപ്ലൈ ചെയ്യും. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ടീം ഫൈനലിലേക്ക് കയറും. ലെറ്റ്സ് ഗോ. ഡിഫൻഡർ ഗോൾ സ്കിൽസ്. കണ്ടോടാ ഡിഫൻഡർ സ്കിൽസ്. ഇതും കൂടെ ടോം മിസ്സാക്കി അവന് ചാൻസ് ഇല്ല. മോഹൻബഗാൻ ക്വാളിഫൈ. മോഹൻബഗാൻ ക്വാളിഫൈ ആയി. അതുകൊണ്ട് അടുത്തത് ഒഡീഷ vs ഗോവ. സോ ഗൈസ്, ക്വാളിഫൈ ആയ ടീം എൻ്റെ ഒഡീഷ. അപ്പം എൻ്റെ ഒഡീഷ മോഹൻബഗാൻ ഫൈനൽ വരത്തില്ല. അതുകൊണ്ട് ഇവന്മാർക്ക് ആർക്കെങ്കിലും എൻ്റെ ഒരു ടീം കിട്ടും. അത് ഏത് ടീമാണെന്ന് നമ്മൾ നോക്കാൻ പോകാം. ഗൈസ്, 2 ടീം എൻ്റെ ആയതുകൊണ്ട് ഇവരുള്ള ഒരു ടീമിനെ എടുത്താലേ ഫൈനൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ആർക്കാണ് ഒഡീഷ മോഹൻബഗാൻ വേണ്ടത്? എനിക്ക്. അപ്പോൾ ഇവൻ ഒഡീഷ മോഹൻബഗാൻ നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റോൺ പേപ്പർ കളിക്കണം. ആദ്യം 3 പോയിന്റ് കിട്ടുന്ന ആൾക്ക് നിങ്ങൾ പറഞ്ഞ ടീം സ്റ്റാർട്ട്. ഒന്നായേ. ഓക്കെ, സ്റ്റോൺ പേപ്പർ സീറ്റ്. ഒന്ന് പേപ്പർ ആയിട്ടേ കൂട്ടുള്ളൂ. 3 പേരിൽ വന്ന പേപ്പറായി. ഒന്നോ ഒന്ന്. Oh my god. 2 മോഹൻബഗാൻ. സോ ഗൈസ്, ഒഡീഷ vs മോഹൻബഗാൻ. നട്ട്മഗ് പ്ലസ് ഗോൾ.
കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചു പോയി വയസ്സ് അതുകൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഒഡീഷ എഫ് സിക്ക് കപ്പ് കണക്കിൽ ചടങ്ങ്, കപ്പ് കൊടുക്കൽ ചടങ്ങ്, കപ്പ് തരും. Oh my god. സബ്സ്ക്രൈബ്. ഒഡീഷ ജയിക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇവിടെ ജയിച്ചു.